ഹലോ, യേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ചേട്ടൻ ഇതുവരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കുക റോഡിലോട്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ റോഡിലോട്ടാണ് നോക്കുന്നത്. എനിക്ക് ചേട്ടൻ വരുന്നതെല്ലാം കാണാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ കഥ പകുതിയാക്കിക്കൊണ്ട് നിർത്തില്ല വീട് പണിയുടെ കാര്യം. അപ്പോൾ ഇങ്ങനെ വീട് പണി തുടങ്ങാനുള്ള പ്ലാനിങ് എല്ലായിട്ട് ഞങ്ങളിങ്ങനെ ചെക്കൊക്കെ കൊണ്ട് കൊടുത്തു. 10,000 രൂപ ഞങ്ങൾ കൊടുത്തു. പുള്ളിയുടെ കൈ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് തന്നെ പൈസ എടുക്കാനും കാര്യങ്ങളെല്ലാം പറ്റുമായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ആയപ്പോഴും ഞങ്ങളുടെ അപ്പുറത്തെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടുകാർ കോൺട്രാക്ടറാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ. അവർ വിചാരിച്ച് അവർക്ക് നമ്മൾ പണി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നമ്മുടെ അവസ്ഥ, ഞങ്ങളുടെ അപ്പുറത്ത് അവന് ഡയറക്റ്റ് പോയി ആ പൈസ കിട്ടില്ല. അപ്പം മറ്റേ കോൺട്രാക്ടറും എൻജിനീയറെ പുള്ളി ഇങ്ങനെ വീട് പണിയൊക്കെ നടത്തി കൊടുക്കുന്ന പ്ലാനിങ്ങും എല്ലാം ചെയ്യും, വീട് പണിയും ചെയ്ത് കൊടുക്കും. അപ്പോൾ പുള്ളി തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ തന്നെ എല്ലാം വീടും പണി എല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, ഞങ്ങളത് സമ്മതിച്ച്. എനിക്കും ആഗ്രഹം ഉണ്ടായത് മറ്റവന് കൊടുക്കണം. പക്ഷേ പൈസ നമ്മുടെ കയ്യിൽ രൊക്കം പൈസ ഉണ്ട്, നമ്മളത് ചെയ്തതിന്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം ആയപ്പോണ്ട് അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. വേറൊരാളുടെ ദുഃഖം ആരും മനസ്സിലാക്കാതെ സ്വയം അവർ വേറുള്ളവരെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾ നന്നായി കിടന്നാൽ നമുക്ക് ഒരിക്കലും ഒരു ഉപകാരം വരും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു 5 പൈസ ദൈവം സഹായിച്ച് ചോദിക്കേണ്ടി വന്നിട്ടില്ലെന്ന് വരെ ആരോടും, അഥവാ ചോദിക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ അയൽക്കാർ നന്നായി കിടന്നെങ്കിൽ അല്ലേ നമുക്കൊരു ഉപകാരപ്പെടുത്തുള്ളൂ. അത് ഞാൻ അങ്ങനെ ചിന്തിക്കാം. സത്യം, എനിക്ക് എൻ്റെ നാട്ടുകാരായാലും എൻ്റെ അയൽക്കാരായാലും നന്നായി കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ വീടിൻ്റെ ഈ കോൺട്രാക്ടർ ചേട്ടൻ്റെ മോൻ, അവർ വീടൊന്നും നല്ലതായിട്ടൊരു വീട്ടിൽ കൊച്ചൊരു വീട്. ഞാൻ എപ്പോഴും അവരുടെ മോനോട് ഞാൻ പറയും, മോനെ എല്ലാവരുടെ മുമ്പിൽ നല്ലതായിട്ട് ഉയർന്ന് കാണിച്ചു കൊടുക്കണം. എപ്പോഴും ഞാൻ അവനോട് അങ്ങനെ പറയും, നല്ലൊരു വീട് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്കഥവാ എൻ്റെ മനസ്സിൽ കുശുമ്പോ കുഞ്ഞായ്മ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല, അറിയാം. എന്നിട്ട് ലാസ്റ്റ് ഇയറെല്ലാം ഞങ്ങളോട് പിണങ്ങി. വീട് പണി തുടങ്ങിയപ്പം മുതലേ ഓരോ പ്രശ്നങ്ങൾ, വീട് പണി ഞങ്ങൾ അന്നേരം അവിടെ ഇല്ല, അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. ഓരോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ. വീട് പണിയാൻ സമ്മതിക്കുന്നില്ല, വാനം തൊടാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞങ്ങളുടെ ആ എഞ്ചിനീയറുമായിട്ട് വഴക്കവും കൂടുന്നു, അവരെ ആവശ്യമില്ലാത്തത് ചീത്ത വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി തരണം ചെയ്ത് പോയൊരു വീടാണത്. പറയാൻ കിട്ടുന്നില്ല സത്യം പറയാം. എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹം, ഒരു ഡ്രീമല്ലേ ഒരു വീടെന്ന് പറയുന്നത്. ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറി കിടക്കാൻ ഒരു ഇടം കൊണ്ട് കഴിഞ്ഞാൽ പട്ടിണിയാണെന്നതിൻ്റെ പോലും ആരും അറിയില്ല. നമ്മളോട് ആരും ചോദിക്കാൻ വരത്തില്ല, നീ എന്താടി വിശന്ന് കിടക്കുന്നത്, അല്ലെ എന്താടി നിനക്കൊരു വീടില്ല, നീ ഇറങ്ങി അവരുടെ വീട്ടിൽ പോയിരിക്കും. അങ്ങനെ നമ്മളോട് ആരും ചോദിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആരും അങ്ങനെ ചോദിക്കത്തില്ല. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. അതിൽ പിന്നെ ഇന്ന് വേറെ ഇത്രയും വർഷം 2011 ഞങ്ങൾ വീട് പണി തുടങ്ങിയതാണ്. ഞങ്ങളോട് ഇന്ന് വരെ പിന്നെ അവർ മിണ്ടാനും എടുക്കാൻ ആവശ്യമില്ല, ഞങ്ങൾ മിണ്ടാനും എടുക്കാനൊന്നും പോകത്തില്ല. എന്തിനാ നമ്മളോട് ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ. എന്നിട്ട് ഞാൻ കൂടാതെ എന്നിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവരും വേണ്ടെന്ന് പറയായിരുന്നു. സാരമില്ല അതിനൊന്നും. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ പെരവസ്തുവിയുടെ സമയത്ത് ഇവനെ മുറ്റത്ത് വെള്ളം വീഴുമെന്ന് പറഞ്ഞാൽ പെരവസ്തുവിൻ്റെ 2 ദിവസത്തേക്ക് മുമ്പ് ഞങ്ങളോട് വഴക്കുണ്ടാക്കിയവന്. അങ്ങനെയുള്ളവന് അത്രയ്ക്ക് ക്രൂര മനസ്സുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത്രയ്ക്ക് ക്രൂര മനസ്സുള്ള ആൾക്കാർ. ഒരിക്കലും ഒരാളോട് നമ്മൾ ക്രൂരത കാണിക്കാൻ പാടില്ല, ഒരു കാരണവശാലും ക്രൂരത കാണിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് നമ്മൾ വീട് വെച്ചാൽ നാട്ടുകാർക്ക് എന്താ പ്രശ്നം? എനിക്കന്ന് അറിയാൻ വയ്യാത്ത, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് നമ്മളൊരു ഭവനം പണിയുമ്പോൾ ഈ അയലത്തുകാർക്കും നാട്ടുകാർക്കുമാണ് കിടക്കാൻ വയ്യാത്തത്. എനിക്കത് സഹിക്കാൻ വയ്യാത്ത. ഇവരെന്തിനും ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം? നമ്മൾ എങ്ങനെയെങ്കിലും വീട് പണിയൊന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ. അപ്പം നമുക്ക് പുറകെ കൂടെ ടെൻഷൻ തന്നെ വേറെ ആൾക്കാർ. എന്നും പറയണ്ട. എൻ്റെ അമ്മ ലാസ്റ്റ് എന്തായാലും വീടിൻ്റെ പണിയൊക്കെ ഒരു പരുവം ഞങ്ങൾ ആക്കി എടുത്ത്. ലാസ്റ്റ് പിന്നെ വീട് പണിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് മതിലുകെട്ടിൻ്റെ കാര്യമൊക്കെ വന്നപ്പോഴും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും. എൻ്റെ ദൈവം നമ്പുരാനേ, എൻ്റെ ദൈവമേ, കഥയാണ് പറയാനാണ് ഒരുപാടുണ്ട്. നമുക്കത് കേട്ട് സത്യം തലവേദന എടുക്കും.
അങ്ങനെ ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അയൽക്കാർ. പക്ഷെ ഞങ്ങളുണ്ടല്ലോ ആരോടും ചോദിക്കാൻ ഇന്നുവരെ പോയിട്ടില്ല. എൻ്റെ വീട് മതിൽ കെട്ടുന്നതിന് മുമ്പ് ഇവരുടെ വീടിൻ്റെ പണി സമയത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടിട്ടിട്ടാണ് സാധനം എല്ലാം ഇറക്കിയിട്ടാണ് ഇവർ അവരുടെ വീട് പണിയുന്നത്. അവരൊരു നിമിഷം അത് ചിന്തിച്ചില്ല. ഒരു നിമിഷം മഴവെള്ളം വീഴുമെന്നും പറഞ്ഞ് അവൻ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിൽ അവരുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് അവിടെ ആ ഭിത്തി ഉണ്ടല്ലോ, ഭിത്തി ഫുള്ള് വെള്ളം വീണിട്ട് പച്ച പായൽ പിടിച്ച് അത്രയും ഇടം ഇങ്ങനെ കറുത്തിരിക്കും. അതിങ്ങനെ വെള്ളം വീണിട്ട് സത്യം ഞങ്ങളൊന്നും അത്രയും ചിന്തിക്കാൻ പോയില്ല. ഞങ്ങൾ വെച്ച മഴവെള്ളമെല്ലാം വീണിങ്ങനെ. പക്ഷേ ഞങ്ങളോട് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങളുടെ സ്റ്റെയർ കേസ് പുറകിൽ കൂടായിരുന്നു, വെളിയിൽ കൂടായിരുന്നു. നമ്മളത് അകത്തൂടെ പണിയിപ്പിക്കാൻ വേണ്ടി നമ്മൾ വേറെ ആൾക്കാരൊന്നും അല്ല, നമ്മുടെ ഈ ഇപ്പോൾ ഒരു കൊല നടന്നിട്ടുണ്ടല്ലോ, നമ്മുടെ മാന്നാത്തൊരു കൊല നടന്ന് കലക്കേസിലെ പ്രതി കലയുടെ ഹസ്ബൻഡ് അനിൽ, ആ ആൾക്കാണ് നമ്മൾ വീട് പണി കൊടുത്തത് രണ്ടാമത്. മീൻസ് അകത്തോട്ട് നമ്മുടെ സ്റ്റെയർ കേസ് പണിയിപ്പിക്കാൻ വേണ്ടി അവനെ നമ്മൾ പണി കൊടുത്തു. അവനെ വന്നതെല്ലാം ചെയ്തു തന്നു. അപ്പോൾ അവനെ ഞങ്ങളോട് ഈ പറഞ്ഞ അക്ക നോക്കൊക്കെ നിങ്ങളുടെ ഈ ഭിത്തിയിൽ ആരോ മനഃപൂർവ്വം ചെയ്ത പണിയാക്ക ഇതെന്ന് ഞങ്ങളോട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഭിത്തി ഇങ്ങനെ ആവത്തില്ലെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ബുദ്ധി പോയത് കേട്ടോ. ഞങ്ങൾ അന്നേരവും നമ്മൾ നേരെ വന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചു. അത്രയ്ക്ക് ക്രൂരത ഞങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ചോദിക്കാൻ പോയിട്ടില്ല. എന്തിന് മുകളിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ ചോദിക്കാൻ പോയിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾ ചോദിക്കാൻ പോയിട്ടില്ല എന്തിന് നീ അത് ഞങ്ങളോട് ചെയ്തടാന്ന് ചോദിക്കത്തില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ദൈവം തമ്മിൽ ഒരാൾ മുകളിലുണ്ടല്ലോ. ഇനിയും ഉണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വേറൊരു ദിവസം പറയാമേ. അപ്പം ഞാൻ ഈ വീഡിയോ കുറേ എന്തായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.